മാളു ഇതൊക്കെ പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ല ഉള്ളൂ. കുറച്ചൊക്കെ നീ അങ്ങ് സഹിക്കേ. ആണുങ്ങളായ കുറച്ച് ദേഷ്യമൊക്കെ വരും. എന്തൊക്കെയായാലും അവന് നിന്നോട് സ്നേഹമുണ്ട്. നീ നിർത്ത, ഞാൻ സംസാരിക്കാം. എന്തുവാ മാളു പ്രശ്നം? എടി ഇതൊക്കെ നിസ്സാര കാര്യമല്ലേ ഒന്ന്. ഇതൊക്കെ ഇങ്ങനെ വലുതാക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ഇതിനല്ലേ സമയം കാണത്തുള്ളൂ. വേറൊരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ രീതികളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പഠിക്കണം. നീ കൊച്ചു കുഞ്ഞാന്നോ? പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്ക് ഇവിടെ വന്നില്ലേ, എന്നിട്ട് പോ. നീ എന്ന് പറഞ്ഞേ അവളോട് ഇങ്ങോട്ട് വന്ന് നിൽക്കാൻ പറ. ഹലോ മാളു, അച്ഛൻ പറഞ്ഞ പോലെ ഒരാഴ്ച വേണം ഇവിടെ വന്ന് നിന്നു. നിന്റെ ചേച്ചിയുടെ കൂട്ട് ഇവിടെ വന്ന് സ്ഥിരം നിൽക്കാനാണെങ്കിൽ നടക്കത്തില്ല. ഇപ്പൊ തന്നെ ബന്ധുക്കളും നാട്ടുകാരും എന്തൊക്കെയാ പറയുന്നത് നിനക്കറിയാവോ? എന്തായാലും എന്റെ വളർത്തുവശമാന്നേ പറയത്തുള്ളൂ. നീ ഒരു കാര്യം ചെയ്യ്, ഇപ്പൊ വല്ലതും കഴിച്ചിട്ട് പോയി കിടക്ക്. നാളെ ഞാൻ വിളിക്കാം. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോ കാര്യം, ഒരു പ്രശ്നം വന്നാൽ ഹാൻഡിൽ ചെയ്യാൻ അറിയത്തില്ല. അതെങ്ങനെയാ? മൂത്തേനെ കണ്ടില്ലയോ ഇളയതും പഠിക്കുന്നു. നീ വന്നോ? പോയി കുളിച്ചിട്ടോ ചപ്പാത്തി എടുത്തു കഴിക്കും. അമ്മേ, മാളൂരിവിടെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? എന്ത് പ്രശ്നം? അല്ല, ഞാൻ മെസ്സേജ് അയച്ചിട്ടൊന്നും നോക്കിയൊന്നുമില്ല. പിന്നെ നിങ്ങള് എന്തെങ്കിലും സംസാരിക്കുന്നത് ഞാൻ കേട്ടായിരുന്നു. അവക്ക് അവിടെ ഒരു കുഴപ്പമില്ല. നീ ആയിട്ട് കുഴപ്പമൊന്നും ഉണ്ടാക്കാതിരുന്നാ മതി. അമ്മേ, എന്റെ അടുത്ത് കള്ളം പറയണ്ട. എനിക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നുണ്ട്. നിനക്ക് എന്തോ മനസ്സിലാവുന്നെന്നാ? അച്ഛൻ നീ നിന്റെ ജീവിതം ഇല്ലാണ്ടാക്കി, അതുപോലെ അവിടെ ജീവിതം ഇല്ലാണ്ടാക്കണ്ട. നീ നിന്റെ കാര്യം നോക്കി വെച്ചാ മതി. ഞാൻ എന്തില്ലാണ്ടാക്കിയെന്ന് അമ്മ പറയുന്നേ? ഇപ്പൊ എനിക്കൊരു ജോലിയുണ്ട്, സ്വന്തമായിട്ട് ജീവിക്കാൻ ഒരു വരുമാനമുണ്ട്. എന്റെ ഇഷ്ടം നോക്കാതെ എന്നെ ഒരാൾ തല കെട്ടിവെച്ച് അയാളുടെ കൂടെ ജീവിക്കാൻ പറ്റാത്ത സഹിയായിട്ടാണ് ഞാൻ എന്റെ വീട്ടിലേക്ക് വന്നത്. ഈ വീട്ടിലേക്ക് വന്നാണ് ഞാൻ ചെയ്ത തെറ്റ്. ശരിക്കും ഞാൻ ഇപ്പോഴാ ജീവിക്കാൻ തുടങ്ങി. എവിടാടിയത്? എന്തോ നാടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? ഉപ്പില്ല, ഒരു കോപ്പും ഇല്ല. ഞാൻ ഇട്ടായിരുന്നല്ലോ. കഴിക്കാനുള്ള ആഹാരത്തിലോടി കൈ കിടക്കുന്നത്. മാളു, ബുദ്ധിമുട്ടി നീ അവിടെ നിൽക്കണ്ട. അച്ഛനും അമ്മയും പലതും പറയും. നിനക്ക് പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ നീ ഇങ്ങ് പോരെ. പിന്നെ അവിടെ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുത്തിട്ടെങ്കിൽ പോന്നാ മതി. ആരെയാടി വിളിക്കുന്നേ? ഒരാഴ്ചത്തേക്കെന്ന് പറഞ്ഞിട്ട് എന്തോ മാളു പെട്ടിയും പ്രമാണമൊക്കെ ആയിട്ട്? ഒരാഴ്ചത്തേക്കല്ല, പിന്നെ ഒരു വക്കീലിനെ കൂടെ ഏർപ്പാടാക്കിക്കോ.